സ്വതന്ത്ര മുന്നണിയുമായി ഇനി ഒരു കാരണവശാലും പിന്തുണയ്ക്കില്ല. അവരുടെ ഒരു നേതൃത്വവും അംഗീകരിച്ചു മുന്നോട്ടു പോകാൻ സാധിക്കില്ല. പാലാ നഗരസഭയിലെ കടുത്ത നിലപാടിലേക്ക് കോൺഗ്രസ് കൗൺസിലർമാർ എത്തിയെന്നു ബിജു മാത്യൂസ് വ്യക്തമാക്കി. അവസാന വട്ട ശ്രമമെന്ന നിലയിൽ ഫ്രാൻസിസ് ജോർജ് എംപിയുടെയും മാണി സി കാപ്പൻ എംഎൽഎയുടെയും നേതൃത്വത്തിൽ നടന്ന ചർച്ചകൾ പരാജയപ്പെട്ടു. തങ്ങളുടെ നിലപാട് UDF നേതാക്കളെ അറിയിച്ചുവെന്ന് ബിജു മാത്യൂസ് പറയുന്നു. തങ്ങളെ ഇത്തരം കാര്യങ്ങൾക്ക് നിർബന്ധിക്കരുതേ എന്നാണ് UDF നേതൃത്വത്തെ അറിയിച്ചത്. ബിനു അധ്യക്ഷസ്ഥാനത്തു നിന്നു മാറി നിൽക്കണം. താൻ അല്ലാതെ ഒരാളെങ്കിലും എതിർത്താൽ മാറി നിൽക്കുമെന്നായിരുന്നു സ്വതന്ത്ര കൗൺസിലർമാർ പറഞ്ഞത്. ഇപ്പോൾ കോൺഗ്രസ് കൗൺസിലർമാർ കൂട്ടത്തോടെ പിന്തുണയില്ലെന്ന് പ്രഖ്യാപിച്ചിട്ടും അധ്യക്ഷ സ്ഥാനത്ത് കടിച്ചു തൂങ്ങുകയാണ് ദിയ ചെയ്യുന്നത്. പറഞ്ഞ വാക്കിന് വില വേണമെന്നു ബിജു പറഞ്ഞു. ബിനു പുളിക്കകണ്ടത്തിന്റെ ഇടപെടലാണ് കാര്യങ്ങൾ ഈ രീതിയിൽ എത്തിച്ചത്. നിസ്സാരമായ ഒരു ഓട്ടോ സ്റ്റാൻഡ് പ്രശ്നമായിരുന്നു ഇത്. ഭരണകക്ഷി കൗൺസിലർമാർ എന്ന ഒരു പ്രിവിലേജ് ഞങ്ങൾക്കുണ്ട്. ഒരു അപകടം ഉണ്ടായ ഓട്ടോ സ്റ്റാൻഡില് പരിഹാരം ഉണ്ടാക്കേണ്ടത് വാർഡ് കൗൺസിലറുടെ ഉത്തരവാദിത്വമാണ്. താൻ മാത്രമല്ല അവിടെ പോയത്. ഞങ്ങള് വിഷയം അജണ്ടയിൽ വെക്കണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷേ ഞങ്ങളെ കയ്യേറ്റം ചെയ്യുകയാണ് ഉണ്ടായത്. പിന്നീട് മോഷണ കുറ്റം പോലും ആരോപിച്ചു. കോൺഗ്രസിന് വൈസ് ചെയർമാൻ സ്ഥാനം കിട്ടുമോ എന്നുള്ളതല്ല, ഗുണ്ടായിസ രാഷ്ട്രീയത്തിന് എതിരായുള്ള നിലപാടാണിത്. തുടക്കം മുതൽ തന്നെ സ്വതന്ത്ര മുന്നണിയുമായി ഒരു തരത്തിലും യോജിച്ചു പോകാൻ തയ്യാറല്ല എന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചത്. പക്ഷേ നിയമസഭ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ എങ്കിലും നഗരസഭാ ഭരണം കിട്ടണമെന്ന MLAയും MPയും ഉൾപ്പെടെയുള്ളവരുടെ ആവശ്യങ്ങൾക്ക് വഴങ്ങി സമ്മതിക്കുകയായിരുന്നു എന്നും ബിജു മാത്യൂസ് പറഞ്ഞു. എനിക്കൊപ്പം മറ്റു 2 കോൺഗ്രസ് കൗൺസിലർമാരും ഉണ്ടായിരുന്നു.